ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ ഓണ എക്സാം ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ആദ്യം എഴുതിയിരിക്കുന്ന റെയിൻ ബസേരമേം എന്ന പാഠഭാഗത്തിലെയാണ് നമ്മൾ പഠിച്ച പാഠമാണ്. അതിലെ അപരിചിത വ്യക്തി അല്ലെങ്കിൽ പാഗലാത്മി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ കൊള്ളാം പരീക്ഷയ്ക്ക്. നോക്കിയേ, ചോദിക്കുന്ന അപരിചിത വ്യക്തി അല്ലെങ്കിൽ പാഗലാത്മി രണ്ടും ഒരാൾ തന്നെയാണ് നമുക്കറിയാം. ചരിത്രപര ടിപ്പണി, അദ്ദേഹത്തിൻ്റെ ചരിത്ര സ്വഭാവത്തിലുള്ള ടിപ്പണി തയ്യാറാക്കുക. അത് ആൻസർ എഴുതുമ്പോൾ അപരിചിത വ്യക്തിക്ക് ചരിത്രപർ ടിപ്പണി എന്ന് എഴുതിയതിന് ശേഷം വേണം താഴേക്ക് എഴുതാൻ. ഓക്കെ, അപരിചിത വ്യക്തി പഹലെ പതോടാമേ രഹിത ഥ. അപരിചിതനായിട്ടുള്ള വ്യക്തി പഹലെ നേരത്തെയല്ലേ ആദ്യം പതോടയിലായിരുന്നു താമസിച്ചിരുന്നത്. അബ് അപ്പനെ ബേട്ടോം കെ സാത്ത് മണ്ഡിദ്വീപ് മേ രഹിത ഹേ. അബ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേട്ടയെ മക്കളോടൊപ്പം മണ്ഡിദ്വീപ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. മണ്ഡിദ്വീപിലാണ് താമസിക്കുന്നത്. മണ്ഡിദ്വീപ് വൺ വേർഡാണ് പതോടയും. ലേഖകെ मंदिर के बरामदे में लेटते तब पागल आदमी आकर दरी पर गुड़ीमुड़ी पड़ा था. ലേഖക മന്ദിരത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ബരാമദ വരാന്ത, ലേട്ടിന കിടക്കുക, പാഗലാത്മി ഭ്രാന്തനായ മനുഷ്യൻ, ഗുടിമുടി ചുരുണ്ടുകൂടി കിടക്കുന്നതിനാണ് ഗുടിമുടി എന്ന് പറയുന്നത്. എന്നൊക്കെ ലേഖകെ മന്ദിരത്തിൻ്റെ ബരാമദ വരാന്തയിൽ കിടന്നപ്പോൾ ഭ്രാന്തനായിട്ടുള്ള മനുഷ്യൻ വന്ന് ആ ദരിയിൽ, അതായത് വിരിയിലെ ചുരുണ്ടുകൂടി കിടന്നു. വേ ഊൽ ജലൂൽ ബെക്കിനെ ലഗ. അയാൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. ഊൽ ജലൂൽ എന്ന് വെച്ചാൽ ബേക്കാർക്കി ബാത്തേം കഹിന, ബേക്കാർക്കി വെറുതെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഊൽ ജലൂൽ. ബെക്കിന എന്നൊക്കെ വെറുതെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പുലമ്പി, അല്ലെ പറയാൻ തുടങ്ങി. വേ ഖുദ് എന്ന് വെച്ചാൽ സ്വയം, അദ്ദേഹം സ്വയം CID ഇൻസ്പെക്ടർ ബദാത്തെ, CID ഇൻസ്പെക്ടറാണെന്ന് ബദാത്തെ പറഞ്ഞു. ലേഖകോ ചാബുക്ക് സെ മാർനെ കി ധമക്കി ദേത്ത. ചാബുക്കെ ചാട്ടവാർ, മാർന അടിക്കുക, ധമക്കി ഭീഷണി എന്നൊക്കെ ലേഖകനെ ചാബുക്ക് കൊണ്ട്, ചാട്ടവാർ കൊണ്ട് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. നിരീഹി ദേഖിനെ വാല അച്ചാനക്കെ വികറാൾ രൂപധാരൺ കർലിയ. നിഷ്കളങ്കനായി കണ്ട അദ്ദേഹം പെട്ടെന്ന് ഭയാനകമായ രൂപം ധരിച്ചു. ലേഖകെ പിട്ടു ഖോൽക്കറെ ആരെ സഫി ചീസോം ബാഹർ ഫെങ്കിത്തെ ഫെങ്കിന എറിയുക. ലേഖകെ പിട്ടു എന്ന് വെച്ചാൽ പെട്ടി, ഖോൽന തുറക്കുക, ചീസെ വസ്തു, ഫെങ്കിന എറിയുക. ലേഖകൻ്റെ പെട്ടി തുറന്ന എല്ലാ വസ്തുക്കളും വെളിയിലേക്ക് എറിഞ്ഞു. കിതാബ് ദേഖിനേക്ക് ബാദെ വാപസ് രേഖ. പുസ്തകം നോക്കിയതിന് ശേഷം മടക്കി തിരികെ വെച്ചു. ഉസേ വിക്ഷിപ്ത അവസ്ഥാമേ മന്മേം സംസ്കൃതി ദബാ പടാഥ. ആ ഭ്രാന്തമായ അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സംസ്കാരം ദബിന അമർന്നു കിടന്നിരുന്നു. ഏത് സംസ്കാരം എന്നൊക്കെ, പുസ്തക ആർ ഗുരുക്കോ ആദർഹേ, പുസ്തകത്തെയും ഗുരുവിനെയും ആദരിക്കണം എന്ന്. ലേഖകെ മുട്ടി മേം 20 പൈസെ കാ സിക്ക രഖനെ കെ ബാദ് ശാന്ത് സെ ചല ഗയ. ലേഖകൻ്റെ മുട്ടി എന്ന് വെച്ചാൽ കൈപ്പിടിയിലെ 20 പൈസയുടെ സിക്ക നാണയം വച്ചതിന് ശേഷം അയാൾ ശാന്തനായി ചല ഗയ നടന്നുപോയി. ഉസ്കെ മൻമേ അപ്പനെ കിയെ പ്രവൃത്തി പർ ശർമിത ഹേ. ശർമിത ലജ്ജ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അയാൾ ചെയ്ത പ്രവൃത്തിയുടെ നേർക്ക് എന്തുണ്ടായിരുന്നു? നാണം, അല്ലെ ലജ്ജ തോന്നി. വേക്ക് ഗുരു കോ നഹീം തമാം ഗുരുവും കാ ആദർ ഹേ. അദ്ദേഹം ഒരു ഗുരുവിനെ മാത്രമല്ല, തമാം എന്ന് വെച്ചാൽ മൊത്തം, പൂര എന്ന വാക്കാണ്, ഗുരുക്കന്മാരെയും ആദരിക്കുന്നു. വേക്ക് ഫല ആത്മീ ഥ. അദ്ദേഹം ഒരു നിഷ്കളങ്കനായ മനുഷ്യനും ആയിരുന്നു. അതാണ് അപരിചിത വ്യക്തി അല്ല പാഗലാത്മിയുടെ ചരിത്രഗതി ചോദിച്ചാൽ എഴുതുക. അടുത്ത രണ്ടാമത്തെ ഒരു വൈറ്റ് ക്യാപ്പ് എന്ന പാഠത്തിലെ പ്രധാന ക്യാരക്ടറായ കേശവൻ്റെ കൂടി എഴുതിയിട്ടുണ്ട്, നോക്കിയിരിക്കുക. എന്നൊക്കെ കേശവ് കെ ചരിത്ര പർ ടിപ്പണി ലിഖേ. ആൻസർ നോക്കിയേ, കേശവ് വൈറ്റ് ക്യാപ്പ് കഹാനി കാ പ്രമുഖ പാത്ര ഹേ. കേശവ് വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിലെ പ്രമുഖമായ കഥാപാത്രമാണ്. നിർമ്മാണാധീൻ ഇമാരത്ത് മേം കാം കർനെ വാല മസ്തൂരംഗ ബേട്ടാദ. ആ നിർമ്മാണത്തിലിരിക്കുന്ന ഇമാരത്തോമേ, അതുകൂടെ എഴുതണം. കാം കർനെ വാല മസ്തൂറെ, തൊഴിലാളികളുടെ ബേട്ട, മകനാണ് ആ കുട്ടി. വഹ 8 വർഷ കാ ചോട്ടാ സാ നാട്ടാ സാ സാംബല ലഡ്കാ ഥ. 8 വർഷം എന്ന് വെച്ചാൽ 8 വയസ്സുള്ള, ചോട്ട ചെറുതും, നാട്ട അധികം ഹൈറ്റില്ലാത്ത, സാംബല ഇരുണ്ട നിറമുള്ള കുട്ടിയും ആണ്. തീസരി കക്ഷാമേ പഠിത്താഹെ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വാർഷിക പരീക്ഷയ്ക്ക് ബാദ് ശഹർ മേ മാതാപിതാ കെ സാത്ത് രഹിതത. വാർഷിക പരീക്ഷയ്ക്ക് ശേഷം ശഹർ പട്ടണത്തിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ രഹ്ന താമസിക്കുന്നു.
अब अपने अस्थाई डरे से बाहर आकर लड़के का क्रिക്കറ്റ് खेल देख रहा है. ഇപ്പോൾ അവൻ അസ്ഥായി എന്ന് വെച്ചാൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ഡേർ എന്ന് വെച്ചാൽ ടെൻറ്റ്, അതിൽ നിന്നും അതായത് താൽക്കാലികമായി ഉണ്ടാക്കിയ അവരുടെ ടെൻറ്റിൽ നിന്നും ബാഹറിലേക്ക് പുറത്തേക്ക് വന്ന് ലഡ്ക മറ്റു കുട്ടികളുടെ ക്രിക്കറ്റ് ഖേൽ ദേഖ് രഹാ ഹെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്നു. नीम के नीचे केशव खेलने वाले बच्चों को परिहास विषय का बन गया. नीम के नीचे വേപ്പുമരത്തിൻ്റെ ചുവട്ടിലെ കേശവ കേൽനെവാല, ആ വേപ്പുമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന കേശവൻ കേൽനെവാല ബച്ചോങ്ക കളിക്കുന്ന കുട്ടികൾക്ക് പരിഹാസ വിഷയമായി മാറി. ഉസ്കോ ക്രിക്കറ്റ് കേൽന ബഡാ ഷൗക്ക് ഥാ. അവനെ ക്രിക്കറ്റ് എന്ന കേൽന എന്ന് വെച്ചാൽ കളിക്കുക എന്നത് വളരെ ഷൗക്കായിരുന്നു, താല്പര്യം ആയിരുന്നു. ആ കുട്ടിക്ക് ക്രിക്കറ്റ് കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു, താല്പര്യമായിരുന്നു. अपने में क्रिकेट खेलना देखा സ്വപ്ന में ക്രിക്കറ്റ് खेलना देखा था. സ്വപ്നത്തിലാണ് ആ കുട്ടി എന്ത് ചെയ്ത് ക്രിക്കറ്റ് खेलना देख करता ക്രിക്കറ്റ് കളിക്കുന്നതായി കണ്ടു. ഇമാരത്ത് पर चढ़कर, ഇമാരത്ത് എന്ന് വെച്ചാൽ കെട്ടിടം, ചട്ന കയറുക. ബാൾ ലേക്കർ നീച്ചെ ഫേങ്കിന എറിയുക. ഇമാരത്തിൽ കയറി ബോൾ എടുത്ത് താഴേക്ക് എന്ത് ചെയ്തു നീച്ചെ താഴേക്ക് അവൻ എറിഞ്ഞു. ഇമാരത്തിലേക്ക് ചെന്ന് വീണ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അറിയില്ലേ, ആ ബോൾ ചെന്ന് ഇമാരത്തിൻ്റെ എവിടേക്ക് ടെറസിലേക്ക് ചെന്ന് വീണു. അവിടെ നിന്ന് കുട്ടി എന്ത് ചെയ്തു എടുത്ത് ബാൾ താഴേക്ക് എറിഞ്ഞു. വഹ ഏക്ക് സാഹസിയിലെടുക്കാഥ. അവനൊരു സാഹസികനായ ലടുക്ക കുട്ടിയും ആയിരുന്നു. വഹാൻസെ ഉദാർത്തെ സമയം, അവിടെ നിന്ന് ടെറസിൽ നിന്ന് ഉദാർന്ന ഇറങ്ങിയ സമയത്ത് ഗിർക്കർ വീണ് ഏക്ക് ഹാത്ത് ഏക്ക് പാവെ പ്ലാസ്റ്റർ ചടാ ദിയ. ഒരു കൈക്കും ഒരു കാലിനും പ്ലാസ്റ്റർ ഇട്ട്. അപ്പനി സുരക്ഷാക്കി പർവാഹ് നഹി. അവൻ്റെ അപ്പനി എന്ന് വെച്ചാൽ സ്വന്തം സുരക്ഷയെക്കുറിച്ചുള്ള പർവാഹ് ചിന്ത ഇല്ലാത്തവൻ ആയിരുന്നു. ദൂസരാങ്കി കുശിക്കോ ആനന്ദ് കർത്തെ. മറ്റുള്ള ആൾക്കാരുടെ സന്തോഷത്തിൽ ആനന്ദം എന്ന് വെച്ചാൽ സന്തോഷം അനുഭവിച്ചു. വഹയേക്ക് സച്ച വീറെ അവരെ മാസൂമിയത്ത് ലടുക്ക വീഹെ. അവൻ സത്യസന്ധനായിട്ടുള്ളതും പിന്നെന്താ വീരനായിട്ടുള്ളതും മാസൂമിയത്ത് നിഷ്കളങ്കനായിട്ടുള്ള ഒരു കുട്ടിയും ആയിരുന്നു. ഇത്രയാണ് നമ്മുടെ കേശവൻ്റെ ക്യാരക്ടർ സ്കെച്ചായിട്ട് എഴുതിയത്. നിങ്ങൾ എക്സാമിന് എഴുതി കൊടുക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കാൻ കൊള്ളാം. ക്യാരക്ടർ സ്കെച്ച് വന്നാൽ അത് രണ്ടിൽ ഒന്ന് പഠിക്കുക, നല്ലപോലെ 2 എണ്ണം പഠിക്കുക, ഒരെണ്ണം ചോദിക്കാൻ കൊള്ളാം. അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ മെത്തേഡ് നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക മറ്റു കുഞ്ഞുങ്ങളിലേക്ക്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി.